എല്ലാവർക്കും നമസ്കാരം. അൽത്താരയിൽ ഭക്തിപൂർവ്വവും സജീവമായി ശുശ്രൂഷ ചെയ്യുന്ന അൽത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ ബെർഗ്മാൻസിന്റെ ജീവിതം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഗ്രൂപ്പ് 2 ഇലോറി. ഞാൻ പോവില്ല പറയുന്നത് കേട്ടോ. നിന്നോട് ഓൾഡർ ബോയ്സിന്റെ പ്രേരണയ്ക്ക് പോകാൻ പറഞ്ഞതല്ലേ? ഇല്ല, ഞാൻ പോവില്ലെന്നല്ലേ പറഞ്ഞേ. എന്താ ഇവിടെ പ്രശ്നം? ഈ ചെക്കനോട് ഞാൻ അൽത്താര സംഘത്തിന്റെ പ്രേരണയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഇത്രയുള്ള കാര്യം ഞാൻ പറഞ്ഞ ശരിയാക്കാം. അമ്മാമ്മയുടെ മോനോട് പറഞ്ഞേ, അമ്മാമ്മ ചോദിക്കട്ടെ എന്താ പോവാണ്ടിരിക്കണേ? അതൊന്നുമില്ല. ഞാൻ മോനൊരു സംഭവം കാണിച്ചേ. ഈ സീഡി ഇട്ട് അതിൽ വിട്ടേ. 1899 മാർച്ച് 13 ലുവൈനടുത്തുള്ള ഡീസ്റ്റ് എന്ന ഒരു ചെറിയ പട്ടണത്തിൽ അൽത്താര ശുശ്രൂഷയുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ ബെർഗ്മാൻസ് ജനിച്ചു. ബെർഗ്മാൻസ് എന്ന വിശുദ്ധൻ ജീവിച്ചിരിക്കെ ഒരു അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടില്ല. സൈനിക സംഭവങ്ങൾക്കൊന്നും തുടക്കം കുറിച്ചില്ല. ജോൺ പഠിത്തത്തിന് സമർത്ഥനല്ലായതാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും 13-ാമത്തെ വയസ്സിൽ അവൻ നല്ല ലത്തീൻ കവിത എഴുതിയതായി കാണുന്നുണ്ട്. ബെർഗ്മാൻസിന് 4 സഹോദരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 5 പേരിൽ 3 പേരും ആത്മീയ ജീവിതം തിരഞ്ഞെടുത്തു. ബെൽജിയത്തിലെ ബ്രാബാന്റിൽ ചെരുപ്പ് നിർമ്മാണം തൊഴിലാക്കിയിരുന്ന ആളായിരുന്നു ബെർഗ്മാൻസിന്റെ അച്ഛൻ. മാതാപിതാക്കൾ ഭക്തരായിരുന്നു. അവർ ദൈവഭയമുള്ളവരായി മക്കളെ വളർത്തി. നമ്മുടെ മകൻ ജോണിനെ നോക്കി. അവൻ പഠനത്തിലും വിശ്വാസത്തിലും മിടുക്കനാണ്. അവൻ വലിയൊരു പുരോഗതിനാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ജോൺ വളരെ ചെറുപ്പമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അവന് വേണ്ടി. അവന്റെ യഥാർത്ഥ വിളി എന്താണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മമ്മ തുപ്പ ഈശോ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. കർത്താവിനെ സേവിക്കാനും അവന്റെ സന്തോഷം പ്രചരിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ജോണി, നിനക്ക് ആകെ കൂടി 17 വയസ്സായിട്ടുള്ളൂ. ഇത്രയും വലിയ തീരുമാനത്തിന് നീ തയ്യാറാണെന്ന് ഉറപ്പാണോ? അതെ അവിടെ ഞാൻ അതിനെ കുറിച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെയും വിശുദ്ധ ഇഗ്നേഷ്യസിന്റെയും കാൽപ്പാടുകൾ പിന്തുടരാൻ ഞാൻ വിളിക്കപ്പെട്ടു. നിങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ സേവിക്കാനും നേരത്തിൽ സന്തോഷം കണ്ടെത്താനും പഠിക്കും. നിങ്ങളുടെ സുഹൃത്തും തുടക്കക്കാരനുമായിട്ട് ഞാൻ ആവേശബദ്ധനാണ്. ഈ യാത്രയിൽ നമുക്ക് പരസ്പരം പിന്തുണയ്ക്കാം. ജോൺ, ഒരു ജെസ്യൂട്ട് എന്ന നിലയിൽ നിങ്ങൾ ദാരിദ്ര്യം, പവിത്രത, അനുസരണ പ്രതിജ്ഞകൾ എടുക്കേണ്ടതുണ്ട്. ഈ പ്രതിബന്ധങ്ങളെല്ലാം നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? അതെ അച്ഛ, യേശുവിനെ അനുഗമിക്കാനും അവന്റെ ജനത്തെ സേവിക്കാനും എല്ലാം ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറാണ്. പിന്നീട് തത്വചിന്ത പഠിക്കുന്നതിനായി ബെർഗ്മാൻസ് റോമിലേക്ക് പോയി. ഒരിക്കൽ ബെർഗ്മാൻസ് ഒരു സ്വപ്നം കണ്ടു. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ഭാഷക്കാരായ അഭ്യർത്ഥികളെ താൻ സഹായിക്കുന്നതായിരുന്നു സ്വപ്നം. താൻ കണ്ട
സത്യമാണെങ്കിൽ മറ്റു ഭാഷകളും അറിഞ്ഞിരിക്കണം എന്ന ചിന്തയിൽ യൂറോപ്പിലെ പ്രമുഖ ഭാഷകളെല്ലാം അദ്ദേഹം പഠിച്ചു. പഠനകാലത്ത് ബർഗ്മാൻസ് അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രീതി പിടിച്ചുപറ്റി. കന്യകമറിയത്തോടുള്ള തീവ്രമായ ഭക്തി, ഇഷ്ടം കുർബാനയുള്ള ഭക്തിപൂർവമായ പങ്കാളിത്തം, ദരിദ്രരോടുള്ള അനുകമ്പ എന്നിവയെല്ലാം ബർഗ്മാൻസിന്റെ പ്രത്യേകതകളായിരുന്നു. തത്വചിന്തകനെന്ന നിലയിലും അദ്ദേഹം പേരെടുത്തു. 1621 ബിരുദം സമ്പാദിച്ച ശേഷം ഒരു ദിവസം ഒരു ആത്മീയ സംവാദത്തിൽ പങ്കെടുക്കുന്നതിന് ബർഗ്മാൻസിനെ ചുമതലപ്പെടുത്തി. സംവാദത്തിൽ ബർഗ്മാൻസ് മികച്ച പ്രകടനം നടത്തി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ആശയങ്ങളുടെ സ്പഷ്ടതയും എതിരാളികൾ പോലും അംഗീകരിച്ചു. ജോൺ ഇപ്പോൾ ഒരു ജസ്യൂട്ട് പണ്ഡിതനാണ്. പാവപ്പെട്ടവരെ പഠിപ്പിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ചാൾസ്, എന്റെ യഥാർത്ഥ വിളി ഞാൻ കണ്ടെത്തി. മറ്റുള്ളവരെ സേവിക്കുന്നതും ദൈവസ്നേഹം പങ്കിടുന്നതും എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. ജോൺ, നിങ്ങളുടെ സമർപ്പണവും വിനയവും പ്രചോദനകരമാണ്. ലോകത്തിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുക. സംവാദത്തിൽ പങ്കെടുത്ത് കോളേജിൽ മടങ്ങിയെത്തിയ ബർഗ്മാൻസിന് കടുത്ത പനി ബാധിച്ചു. പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ബർഗ്മാൻസ് രോഗത്തെ നേരിട്ടു. ദിവസങ്ങൾക്കുള്ളിൽ പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകണമെന്ന മോഹം മാറ്റിവെച്ച് അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് മിസ്റ്റർ അലൂഷ്യസിന്റെ ജീവചരിത്രം കുറെ ഭാഗം വായിച്ചു കേട്ടു. ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു, ഇവയാണ് എന്റെ 3 നിധികൾ. ഇവ കയ്യിൽ പിടിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറി. മരിക്കുന്നതിന് മുമ്പ് വല്ല ഉപദേശവും സഹപാഠികൾക്ക് നൽകാനുണ്ടോ എന്ന് റെക്ടർ അച്ഛൻ ചോദിച്ചു. അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ ഈ ഭരണത്തിൽ വന്നതിനു ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല. ജോൺ, ഞാൻ നിന്നെ കുറിച്ച് വളരെ വേവലാതിപ്പെടുന്നു. നീ എപ്പോഴും ജീവനും ഊർജവും നിറഞ്ഞവനായിരുന്നു. വിഷമിക്കേണ്ട പീറ്റർ, എനിക്ക് സമാധാനമുണ്ട്. ഞാൻ കർത്താവിനെ സേവിക്കുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്തുവെന്ന് എനിക്കറിയാം. ജസ്റ്റിൻ സഹോദരന്മാരാൽ ചുറ്റപ്പെട്ട ജോൺ മരിക്കുന്നു. ജോൺ ബർഗ്മാൻസ്, നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചേക്കാം. പക്ഷേ ഞങ്ങളുടെ സമൂഹത്തിലും ലോകത്തിലും ഞങ്ങളുടെ സ്വാധീനം എന്നേക്കുമായി അനുഭവപ്പെടും. ഇദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹവും വിശ്വാസ തീക്ഷ്ണതയും വിശുദ്ധനെന്ന സ്വർഗീയ പദവിക്ക് അർഹനാക്കി. 1888 പോപ്പ് ലിയോ 13 ജോൺ ബർഗ്മാൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മോനെ കണ്ടില്ലേ, ഇതുപോലെ മോനെ വിശുദ്ധനായി കാണാനാണ് അമ്മയ്ക്ക് ആഗ്രഹം. ശരി അമ്മാമ, ഞാൻ പോയിട്ട് വരാം. ഓരോ വിശുദ്ധന്റെയും ജീവിതം നമുക്ക് മാതൃകയാണ്. വിശുദ്ധ ജോൺ ബർഗ്മാൻസിന്റെ ജീവിതം അതിൽ ഒന്ന് മാത്രം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു.